2026 ജനുവരി മാസം 27-ാം തീയതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം അന്നാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. അങ്ങനെ എക്സ്പോർട്ടിംഗ് രംഗത്ത് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു കരാറാണത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് മാത്രമാണോ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നത്? ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലെത്തുന്നുണ്ട്. ഏഷ്യയിലെ തന്നെ രാജ്യങ്ങളായ ചൈന, ജപ്പാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് വളരെയധികം കോമ്പറ്റീഷൻ നേരിടണം. അതിനെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, നല്ല പ്യൂരിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രൈസ് വളരെ നല്ല രീതിയിൽ അവർക്ക് താങ്ങാവുന്നത് തരത്തിലായിരിക്കണം. അങ്ങനെ യൂറോപ്യൻ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല മതിപ്പുണ്ടെങ്കിൽ മാത്രമാണ് എക്സ്പോർട്ടിംഗ് മേഖല വിജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടിംഗ് രംഗത്ത് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാറിൻ്റെ ഇറക്കുമതിയാണ്. ആഡംബര കാറുകളായ ഓഡി, മെഴ്സിഡീസ്, BMW എന്നീ കാറുകൾക്ക് നിലവിൽ 70% മുതൽ 110% വരെ താരിഫ് ഉണ്ടായിരുന്നത് 10 വർഷത്തിനുള്ളിൽ അത് 10% കുറയും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ തദ്ദേശീയരായ കാർ ഉൽപ്പാദകർക്ക് മാരുതി, ടാറ്റ, മഹീന്ദ്ര, ഹുണ്ടായി എന്നീ പോലുള്ള കാർ കമ്പനികൾക്ക് അവരുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു കരാറായി തീരും ഇത് എന്ന് നമുക്ക് ഭാവിയിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.